ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്യാത്തീസ് ഹോം കുക്കിംഗ്. ഇന്ന് നമുക്ക് മുട്ടയും ഓട്സും വെജിറ്റബിൾസും ഒക്കെ ചേർത്തുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ഓംലെറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഒന്ന് നോക്കാം. അപ്പൊ ഇതുപോലൊരു ബൗളിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 മുട്ട ഉപയോഗിച്ചുള്ള അളവിലാണ് ഓംലെറ്റ് തയ്യാറാക്കുന്നത്. ഇനി ഈ മുട്ടയുടെ കൂടെ ഒരു 1/2 കപ്പ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ഓട്സും പിന്നെ 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ കൂടെ 1/2 കപ്പ് സബോള ഇതുപോലെ ചെറുതായി അരിഞ്ഞതും പിന്നെ ക്യാരറ്റ്, ബീൻസ്, പച്ചമുളക് എന്നിവ ചെറുതായി അരിഞ്ഞതും പാകത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു പിഞ്ച് മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഏത് വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ നമ്മുടെ ഓട്സും മുട്ടയും വെജിറ്റബിൾസും ഒക്കെ നല്ലവണ്ണം മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഇതൊന്ന് മാറ്റിവെക്കാം. ഇപ്പൊ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ നെയ്ക്ക് പകരം ഒലിവ് ഓയിൽ ആണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഇപ്പൊ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഒരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 1.5 തവി ഓംലെറ്റ് മിക്സ് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ തവിയുടെ പുറം വശം കൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് നമുക്കൊരു 2 മിനിറ്റ് ഇത് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. എന്നിട്ട് ഞാൻ ഇതുപോലെ 4ആയി ഇതിനെ ഒന്ന് മുറിച്ചെടുക്കുകയാണ്. അപ്പം കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്ക് ഈ ഓംലെറ്റ് മറിച്ചിട്ട് കൊടുക്കാൻ. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ച് ഈ ഓംലെറ്റ് തയ്യാറാക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് വങ്ങിപ്പോകാനും പിന്നെ നമ്മുടെ വെജിറ്റബിൾസും ഓട്സും ഒന്നും ആവശ്യത്തിന് കുക്കായി വരില്ല. അതുകൊണ്ട് എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഈ ഓംലെറ്റ് തയ്യാറാക്കിയെടുക്കാൻ. ഇനി അടച്ചു വെക്കാതെ തന്നെ കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഓംലെറ്റ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ അടുത്ത സെറ്റ് ഓംലെറ്റും തയ്യാറാക്കിയെടുക്കാം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന മുട്ടയും ഓട്സും വെജിറ്റബിൾസും പാലും ഒക്കെ അടങ്ങിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ അടുത്ത സെറ്റ് ഓംലെറ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം എല്ലാവരും ഈ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഓട്സ് ഓംലെറ്റ് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് കമന്റ്സ് വഴി അറിയിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത ഒരു അടിപൊളി റെസിപ്പിയായി വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ.